നമസ്കാരം. നമ്മുടെ സാംസ്കാരിക കേരളത്തിൽ വീണ്ടും ഒരു സ്ത്രീധന പീഡനവും മരണവും ഉണ്ടായി. സ്ത്രീധന പീഡനത്തെ തുടർന്നുള്ള ഒത്തുതീർപ്പ് ചർച്ചയ്ക്കിടെ ഭർത്താവിന്റെ വീട്ടിൽ യുവതി സ്വന്തം ബന്ധുക്കളുടെ മുന്നിൽ ആസിഡ് കുടിച്ച് ജീവനൊടുക്കി. ബദിയടുക്ക ചെർലടുക്കയിലെ അബ്ബാസ് സഫിയ ദമ്പതികളുടെ മകൾ 24 വയസ്സുള്ള ഫാത്തിമ സുബൈദയാണ് ചെങ്കള പാണലത്തെ ഭർത്താവിന്റെ വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. യുവതിയുടെ മാതാവിന്റെയും സഹോദരന്റെയും മുന്നിലായിരുന്നു ഈ കുട്ടി കടുങ്കൈ ചെയ്തത്. സംഭവത്തിൽ ഭർത്താവ് ആദിലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ശനിയാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. സുബൈദയുടെ സ്വർണം ആവശ്യപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർ നിരന്തരം പീഡിപ്പിച്ചിരുന്നു. പ്രശ്നം പരിഹരിക്കാൻ യുവതി വിളിച്ചതനുസരിച്ചാണ് മാതാവും സഹോദരൻ അബ്ദുൾ വാസിലും അയാളുടെ ഭാര്യയും ആദിലിന്റെ വീട്ടിലെത്തിയത്. സംസാരത്തിനിടെ ആദിലിൽ യുവതിക്ക് നേരെ തിരിയുകയും മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് എറിയുകയും ചെയ്തു. ഇതേ തുടർന്നാണ് സുബൈദ തറ കഴുകാനും തുരുമ്പ് കളയാനും ഒക്കെ ഉപയോഗിക്കുന്ന ആസിഡ് എടുത്ത് കുടിച്ചത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്നലെ പുലർച്ചെ 12:30 മരിച്ചു. ഇവർക്ക് 2 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമുണ്ട്. സ്ത്രീധനം ആവശ്യപ്പെട്ട് ഭർത്താവും കുടുംബവും സുബൈദയെ മാനസികവും ശാരീരികവുമായി നിരന്തരം ഉപദ്രവിച്ചിരുന്നതായി സഹോദരൻ അബ്ദുൾ വാസിൽ പോലീസിന് മൊഴി നൽകി. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും അതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെയൊക്കെ മൊഴി ശേഖരിച്ചാണ് ആദിലിനെ അറസ്റ്റ് ചെയ്തത്. ആദിലും സുബൈദയും തമ്മിൽ പ്രണയ വിവാഹമായിരുന്നു. വിവാഹത്തിന്റെ 1-ാം വാർഷിക ദിനമാണ് ഇന്ന്. വിവാഹം കഴിഞ്ഞ് ഇവർ തമ്മിൽ നിരന്തരം തർക്കമുണ്ടായിരുന്നു. പലതവണ സുബൈദ പിണങ്ങി സ്വന്തം വീട്ടിൽ പോയി നിന്നിരുന്നു. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? നമുക്ക് ചുറ്റുമൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇതുപോലെ പല സംഭവങ്ങളും കാണാം. പ്രത്യേകിച്ച് പ്രണയ വിവാഹങ്ങൾ ചെന്നെത്തുന്നത് ഒന്നുകിൽ വേർപിരിയലിൽ, അല്ലെങ്കിൽ ആത്മഹത്യ, രണ്ടുമല്ലെങ്കിൽ ഒഴിവാക്കാൻ കൊലപാതകം. ഇപ്പോഴും സ്ത്രീധനമൊക്കെ ഉണ്ടോ? സ്ത്രീധനമൊക്കെ പണ്ടായിരുന്നു. ഇപ്പോൾ സ്ത്രീധനം ചോദിച്ചാൽ ചെറുക്കൻ വീട്ടിൽ നിൽക്കത്തേ ഉള്ളൂ. പല പെൺകുട്ടികളും പറയുന്നത് സ്ത്രീധനം ചോദിച്ചു വരുന്നവനെ പടിക്ക് പുറത്ത് നിർത്തണമെന്നാണ്. ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡിബേറ്റ് പങ്കെടുത്തിരുന്നു. അതിൽ പങ്കെടുത്ത ഒട്ടുമിക്ക പെൺകുട്ടികളും ആൺകുട്ടികളും പറഞ്ഞത് സ്ത്രീധന നിരോധനം കർശന നിയമമാക്കണമെന്നാണ്. പണ്ട് സ്ത്രീകൾക്ക് ജോലിയും പറയത്തക്ക വിദ്യാഭ്യാസവും ഒന്നും ഇല്ലാതിരുന്ന കാലത്താണ് ഈ സ്ത്രീധന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഏത് പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം ഇല്ലാത്തത്? ഒട്ടുമിക്ക പെൺകുട്ടികൾക്കും ജോലിയുമുണ്ട്. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ആൺകുട്ടികളെ പോലെ തന്നെയാണ് പെൺകുട്ടികളും പഠിക്കുന്നത്. പഠിച്ച പെൺകുട്ടികൾ വെറുതെ നിൽക്കുന്നതുമില്ല. അതുകൊണ്ടാണ് പ്രധാനമായും സ്ത്രീധനത്തെ അവർ എതിർക്കുന്നത്. ഒരുപക്ഷെ ഭർത്താവിനേക്കാളും വിദ്യാഭ്യാസ യോഗ്യതയും ജോലിയും ശമ്പളവും ഉള്ളത് പെൺകുട്ടികൾക്കായിരിക്കും. ഇനിയും ഒരിക്കലും സ്ത്രീധനം വിലപേശി ഒരു കച്ചവട ചരക്കായി നിർത്തരുത് പെൺകുട്ടികളെ. സ്ത്രീധനം ചോദിക്കുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. ആ നിയമം നിലവിലുണ്ടെങ്കിലും കർശനമായി അത് പാലിക്കുന്നില്ല. എന്തെങ്കിലും ഒരു പരാതി വരുമ്പോൾ മാത്രമാണ് ആ നിയമം പൊടിതട്ടിയെടുക്കുന്നത്. അത് കർശനമാക്കിയാൽ ഒരുപാട് കുടുംബ വഴക്കുകളും വിവാഹമോചനങ്ങളും ആത്മഹത്യകളും ഒക്കെ ഒഴിവാകും.